നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അത്യാധുനിക സാങ്കേതിക വിദ്യകൾക്കൊപ്പം മാനുഷികമായ പരിഗണനയും സ്നേഹവും ചേരുമ്പോഴാണ് ചികിത്സ പൂർണ്ണമാകുന്നതെന്ന് ലിയോ 14 മാർപ്പാപ്പ. റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പുതിയതായി ആരംഭിച്ച ഹൃദയ ചികിത്സാ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിൽ നടന്ന പ്രത്യേക കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിൽ ജെമല്ലി ആശുപത്രി വഹിക്കുന്ന പങ്കിനെ മാർപ്പാപ്പ പ്രശംസിച്ചു. പുതിയ കേന്ദ്രം ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വലിയ ആശ്വാസമാകുമെന്നും പാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചു. വിശുദ്ധ നാട്ടിലെ യുദ്ധവും ദുരിതങ്ങളും ഒരു യുഗത്തിന്റെ അന്ത്യം കുറിക്കുകയും പുതിയൊരു കാലഘട്ടത്തിന് തുടക്കമിടുകയും ചെയ്തിരിക്കുകയാണെന്ന് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്ത പിറ്റ്സബെല്ല. ലോകത്തിന്റെ മുറിവുകൾ ഉണങ്ങുവാൻ ജെറുസലേം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രമേയത്തിൽ പുറത്തിറക്കിയ പുതിയ ഇടയലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സംഘർഷങ്ങൾക്കിടയിലും ജെറുസലേമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം ഇന്നും പ്രസക്തമാണെന്ന് കർദിനാൾ ഓർമ്മിപ്പിച്ചു. യുദ്ധം തകർത്ത ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ജനങ്ങളുടെ വേദനകളെ പരാമർശിച്ച കർദിനാൾ സഭ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും പ്രത്യാശയുടെ വെളിച്ചമായി മാറണമെന്നും കൂട്ടിച്ചേർത്തു. കരീബിയൻ മേഖലയിലെ സഭ നേരിടുന്ന വെല്ലുവിളികളും വാർത്താവിനിമയ രംഗത്തെ നൂതന സാധ്യതകളും ചർച്ച ചെയ്യുന്നതിനായി അന്തലസ് എപ്പിസ്കോപ്പൽ കോൺഫറൻസ് പ്രതിനിധികൾ വത്തിക്കാൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ ലോകത്തെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സുവിശേഷ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ബാർബഡോസിലെ ബ്രിഡ്ജ് ടൗൺ ബിഷപ്പ് നീൽ ചാൾസ് ഗോൾഡൻ പറഞ്ഞു. അന്തലസ് മേഖലയിലെ ബിഷപ്പുമാർ തങ്ങളുടെ രൂപതകളിലെ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും വത്തിക്കാൻ കാര്യാലയവുമായി ആശയവിനിമയം നടത്തുന്നതിനുമാണ് റോമിലെത്തിയത്. വത്തിക്കാൻ വാർത്താവിനിമയ കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾ തങ്ങളുടെ രൂപതകളിലെ പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുമെന്ന് ബിഷപ്പുമാർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ജനസംഖ്യാ നിയന്ത്രണത്തിലുള്ള ഒരു രാഷ്ട്രീയ ഉപകരണമായി ഗർഭചിത്രത്തെ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെ വത്തിക്കാന്റെ മുന്നറിയിപ്പ്. ഐക്യരാഷ്ട്രസഭയിൽ വത്തിക്കാന്റെ സ്ഥിരം നിരീക്ഷകനായ ആർച്ച് ബിഷപ്പ് ഗബ്രിയേൽ കച്ചിയെയാണ് ഈ വിഷയം ഉന്നയിച്ചത്. വികസ്വര രാജ്യങ്ങളിൽ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനായി ഗർഭചിത്രം ഒരു പോളിസിയായി അടിച്ചേൽപ്പിക്കുവാൻ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് വത്തിക്കാന്റെ നിരീക്ഷണം. ഇത് ദരിദ്ര രാജ്യങ്ങളുടെ മേലുള്ള ഒരു തരം അധിനിവേശമായാണ് വത്തിക്കാൻ വിലയിരുത്തുന്നത്. ജീവിക്കുവാനുള്ള അവകാശം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും ഗർഭസ്ഥ ശിശുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും സഭ ആവശ്യപ്പെട്ടു. ഗർഭചിത്രം ഒരവകാശമായി ചിത്രീകരിക്കുന്നത് തെറ്റായ പ്രവണതയാണെന്നും വത്തിക്കാൻ ചൂണ്ടിക്കാട്ടി. ജനസംഖ്യ കുറയ്ക്കുന്നതിലല്ല, മറിച്ച് എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും വിഭവങ്ങളും ഉറപ്പാക്കുന്നതാണ് യഥാർത്ഥ വികസനമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. ബീഹാറിലെ പാട്നയിൽ നടന്ന അമ്ര താലിതാക്കും പ്രാദേശിക സംഗമത്തിൽ മനുഷ്യക്കടത്തിനെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കുവാൻ തീരുമാനം. വിവിധ കത്തോലിക്ക സന്യാസിനി സമൂഹങ്ങളുടെയും സഭാ നേതാക്കളുടെയും നേതൃത്വത്തിലാണ് ഈ ശൃംഖല വിപുലീകരിക്കുന്നത്. ബീഹാർ മേഖലയിൽ മനുഷ്യക്കടത്ത് തടയുന്നതിനായി പ്രവർത്തിക്കുന്ന സന്യാസിനികളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും കൂട്ടായ്മ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഈ സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം. ഏഷ്യൻ മൂവ്മെന്റ് ഓഫ് റിലീജിയസ് എഗെയിൻസ്റ്റ് ട്രാഫിക്കിംഗ് എന്നതിന്റെ ചുരുക്കരൂപമാണ് അമ്ര. മനുഷ്യക്കടത്തിന് ഇരയാകുന്നവരെ രക്ഷിക്കുവാനും അവരെ പുനരധിവസിപ്പിക്കുവാനുമാണ് ഈ ആഗോള കത്തോലിക്ക ശൃംഖല പ്രവർത്തിക്കുന്നത്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.